ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കണു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. ഭയങ്കര വെയിലാണ്. 2 ദിവസമായിട്ട് മഴ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് പക്ഷെ നല്ല വെയിലാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറേ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഏകദേശം ഉണങ്ങി പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കട്ടിങ്സ് ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു. അന്നേരം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നായിരുന്നതാണ്. ഇപ്പം പക്ഷേ എല്ലാത്തിനും ഒരു ഉണക്കം വന്നു കേട്ടോ. സാരമില്ല, പിടിക്കാനുള്ളതാണെങ്കിൽ പിടിച്ച് കിട്ടും. 2 മഴ പെയ്താൽ മതി. അപ്പോൾ ഇന്നപ്പോൾ അങ്ങനെ ധൃതിയുള്ള ഒരു ദിവസമൊന്നുമല്ല. പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം, പണികൾ ചെയ്യണം, ഉച്ചയ്ക്കുള്ളതൊക്കെ ഒരുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കയറുന്നാലോ. കിച്ചണിലേക്ക് കയറുമ്പോൾ ഞാനൊന്ന് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോയതാണ് കേട്ടോ. എനിക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാലത്തെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഇഷ്ടമാണ്. അതുകൊണ്ടൊന്ന് പോയി നോക്കിയിട്ട് ഓടിപ്പോന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും കുട്ടികൾക്ക് വിശക്കുന്നമ്മേന്ന് പറഞ്ഞു കേട്ടോ. കാലത്ത് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് അവർക്ക് ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയിട്ട് ഒരു ചെറിയ സവോള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇച്ചിരി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ സവാള വാടിക്കുഴയാനൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കശ്മീരി ചില്ലി പൗഡർ, ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ ഒരു തുണ്ട് ഗരം മസാല പൗഡറും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഈ പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ കാടമുട്ട ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കാടമുട്ടയാണ് യൂസ് ചെയ്യുന്നത്, കാരണം കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. 1000 കോഴിക്ക് സമം മരക്കാട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ ഡെയിലി ബേസിസിൽ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. പണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു, പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊരു കുറേ നാൾക്ക് ശേഷം കഴിക്കുന്ന കാരണം കൊണ്ട് അവർക്കൊരു വെറൈറ്റി ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു സ്നാക്ക് പോലെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി മല്ലിയിലയും കൂടിയും വെതറി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ മൺമണെന്നെ അത് കഴിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു മിഡ് ടൈം സ്നാക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. പിക്കുമോന് വിശന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ചൂടുണ്ട് കേട്ടോ. അവൻ്റെ വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ സമയം പോകണ കാരണം കൊണ്ട് ഞാൻ പിന്നെ കുക്ക് ചെയ്ത വീഡിയോ എടുത്തില്ല. ഞാൻ എന്താ പരിപ്പ് വെള്ളരിക്കൊക്കെ ഇട്ടിട്ടാണ്, തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു അടിപൊളി ഉപ്പേരിന്നോ തോരനോ നിങ്ങൾ എന്തോ ആണെങ്കിൽ പറഞ്ഞ് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോളാം. തുടക്കം നിങ്ങൾ പരിചിതമായിരിക്കും, ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ജീരകം, പിന്നെ ഉഴുന്നുപരിപ്പ്, മുളക് ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വഴന്ന് വല്ലാണ്ട് ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ബീൻസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ബീൻസ് ആഡ് ചെയ്ത് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നനച്ച് കൊടുക്കാം, അത്ര മതി. എന്നിട്ട് ഇത് ആവിയിൽ നമ്മൾ വെവാനായിട്ട് ഇങ്ങനെ വെക്കണം. വെള്ളം ഒഴിച്ച് വേവിച്ച ഈ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ആവിയിൽ തന്നെ വേവിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തേങ്ങ അരച്ചൊഴിച്ചിട്ടിട്ട് തേങ്ങയും ജീരകവും കൂടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി. ഇതിൽ മുരിങ്ങക്കായ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട്, ഞാനിപ്പോൾ തക്കാളി ഇട്ടിട്ടാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ആ കറി റെഡി. ഇനിയിപ്പോൾ നമ്മളൊരു തോരൻ്റെ കഥ പറഞ്ഞില്ലേ, അതിലേക്കാണ് കേട്ടോ. പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ, തൊലിയില്ലാത്ത കപ്പലണ്ടി. അപ്പോൾ ഇത് ഏതാണെങ്കിലും 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറുക്കിയ തേങ്ങ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് കരിയാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വറ്റൽമുളക് ചേർക്കുക, അല്ലെങ്കിൽ ഇടിച്ച മുളക് ചേർക്കുക. ഞാൻ ഇടിച്ച മുളകാണ്, അതും തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്തത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചോളാം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആ ഒരു ബീൻസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു കുളം കുത്തിയിട്ട് അതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ആ തേങ്ങ ഒന്ന് വെവാനുള്ള സമയം മാത്രം കൊടുത്താൽ മതിയാവും. നല്ല അടിപൊളിയായിട്ടുള്ള തോരനാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് നോക്കിക്കോളാം. ഇവിടുത്തുകാർ തമിഴ്നാട്ടിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യണേക്കഴിഞ്ഞും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അനുകൂട്ടിയും കൂടിയിട്ടൊന്ന് മുകളിലേക്ക് വന്നതാണ് കേട്ടോ.
തനുക്കുട്ടിക്ക് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഫ്ലോപ്പായി പോയി. നല്ല കാറ്റും കോളൊക്കെ വരുന്ന കാരണം കൊണ്ട് ഞങ്ങൾ വേഗം താഴത്തേക്ക് പോയിട്ടോ. സ്വിംഗ് എന്ന് പറഞ്ഞ എന്താ? സ്വിംഗ് പറഞ്ഞ കളിക്കുന്ന സാധനം. എന്ത് കളിക്കുന്ന സാധനം? ഊഞ്ഞാൽ. മലയാളത്തിൽ ഊഞ്ഞാല്. ഊഞ്ഞാല് മലയാളം അറിയില്ല അല്ലേ? എന്താ? ഊഞ്ഞാലാടാൻ പേടിയാണോ? അല്ല, എനിക്ക് പേടിയാ പറയാൻ. അതെന്താ പേടി? എല്ലാവരും ചിരിക്കാം. എവിടെ? സ്കൂളിലോ? അതിന് അവർക്ക് മലയാളം അറിയില്ലല്ലോ. അവർക്ക് എങ്ങനെയാ അറിയാം മലയാളം? അവര് സ്കൂളിലല്ലേ, അപ്പൊ മാം ഹിന്ദി കന്നഡ ഒക്കെ പറയും. ഹിന്ദി കന്നഡ ഈസ് ഡിഫറെന്റ് ഫ്രം മലയാളം. മലയാളം ഡിഫറെന്റ് ലാംഗ്വേജ് അല്ലേ? മലയാളം നമ്മുടെ നാട്ടിലത്തെ ലാംഗ്വേജ് അല്ലേ? ഇവിടെ ആർക്കും അതറിയില്ല. ആഹാ, അതവരറിയാത്തോണ്ടാവും ചിരിച്ചുണ്ടാവുക മോനെ ഊഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ. ചെറിയ കുട്ടികളൊക്കെ പറയല്ലോ മലയാളോ? മോനെ തന്നെ മലയാളം അറിയുന്നില്ല, പിന്നെ എങ്ങനെയാ അവർക്ക് അറിയുന്നത്? ഊഞ്ഞാൽ. സ്വിംഗ് എന്ന് പറഞ്ഞോ? സ്വിംഗ്. അത് മലയാളം. പക്ഷെ മലയാളം സ്കൂളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ സ്വിംഗ് തന്നെ പറഞ്ഞാ മതി ട്ടാ. സ്വിംഗ്. ഊഞ്ഞാൽ. മാം ചോദിച്ചായിരുന്നോ സ്കൂളില് സ്വിംഗ് എന്താന്ന് ചോദിച്ചായിരുന്നോ? ചോദിച്ചില്ലേ? ആണോ? കാണിച്ചു തന്നായിരുന്നോ പാർക്കിൽ പോയപ്പോ? പക്ഷെ കളിച്ചില്ല. കളിക്കണ്ട. സ്മോൾ ചിൽഡ്രൻ കളിക്കാനോ ആഫ്റ്റർവേർഡ്സ് പറയുമ്പോ പോയില്ല. ആണോ? കള്ളത്രം പറഞ്ഞു. അതെന്താന്നറിയോ? മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയില്ലേ, അപ്പൊ ലിറ്റിൽ ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ടാവില്ലേ, LKG UKG ഒക്കെ. മോൻ അവരുടെ ചേച്ചിയായി പോയില്ലേ, അപ്പൊ അവര് കളിച്ചു കഴിഞ്ഞിട്ട് ആഫ്റ്റർവേർഡ്സ് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാന്ന് പറഞ്ഞതാ മാം. വേറെ ഡേ കളിപ്പിക്കും. പോയില്ലേ? അപ്പൊ അടുത്ത ദിവസം ചെന്നിട്ട് മാമിനോട് പറയണം, മാം ലെറ്റ്സ് ഗോ ടു പ്ലേ ഏരിയ എന്ന് പറയണം. പക്ഷെ പറഞ്ഞോട് കൊണ്ടുപോവില്ല, എല്ലാതും പഠിക്കണം. അമ്മ പാർക്കിന് എഴുതി വെച്ച കഴിഞ്ഞാ പോവല്ലോ. ആണോ? ഓക്കെ. പാർക്ക് ബോർഡിൽ എഴുതി വെച്ചിട്ടാ പോവല്ലോ. പാർക്കിന്ന് എഴുതി വെക്കോ ബോർഡില്? എന്നിട്ട് കൊണ്ടുപോവോ? മാം ഫോർഗോട്ടില്ലേ, അതുകൊണ്ടാ ബോർഡിൽ എഴുതി വെക്കുന്നു ഓരോരോ തിങ്സ്. ചെയ്യേണ്ട കാര്യങ്ങള് അങ്ങനെ എഴുതി വെക്കൂല്ലേ ബോർഡിനകത്ത്? ഏതെങ്കിലും സാധനമൊക്കെ അതില് ബോർഡിൽ എഴുതി വെക്കും. നിങ്ങക്ക് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റ് അന്നത്തെ ദിവസത്തെ മാം അവിടെ എഴുതി വെക്കും അല്ലേ? എഴുതി വെക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്വിംഗ് എന്ന് പറഞ്ഞ എന്താ? ഊഞ്ഞാല്. ഊഞ്ഞാല് തനുക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ? നമ്മള് ജാനിമോളുടെ കൂടെ പാർക്കിൽ പോയപ്പോ നമ്മള് കളിച്ചത് അതന്നെ. തനുക്കുട്ടി ഇങ്ങനെ ആട്ടി കൊടുത്തില്ലേ ജാനിമോളെയും തനുക്കുട്ടി? അതാണ് ഊഞ്ഞാല്. പക്ഷെ അവിടെ ചെന്നിട്ട് ഊഞ്ഞാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ്സിൽ ചെന്നിട്ട് അവർക്ക് മലയാളം അറിയില്ലല്ലോ. സ്വിംഗ്. That's it. That's it. അവർക്ക് മലയാളം അറിയില്ലല്ലോ, അപ്പോ സ്വിംഗ് പറയും. അത്രേ ഉള്ളൂ. ബൈ, ഐ ലവ് യു. പഠിച്ചോ വേഗം പഠിച്ചോ. നല്ല നല്ല ലെറ്റേഴ്സ്. WING വേഗം എഴുതിക്കോ.
വേഗം നമുക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ ഹോംവർക്ക് മുഴുവൻ കഴിച്ചു വെക്കണം. ആ വേഗം വേഗം എഴുതിക്കോ, വേഗം തീർത്തോ. Pie. In pie is correct. ഈ സൈലന്റ് ആണ്, അതുകൊണ്ടാണ് അത് ആ ലെറ്റർ പറയാത്തത് കേട്ടോ. ലെറ്ററിന്റെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈസ് സൈലന്റ്. അപ്പോ PIE പൈ. ദേ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ അവളെ ഏത് വേർഡ് പഠിപ്പിക്കുമ്പോഴും അതിനെ റിലേറ്റഡ് ചെയ്തിട്ട് അവൾക്ക് ഓർമ്മിക്കാൻ, മെമ്മറിയിൽ വരാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് മെമ്മറിക്കകത്ത് കയറും. അപ്പോൾ അങ്ങനെയാണ് ഇവർ പഠിക്കുന്നത്. സ്ലോലിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ധൃതി പഠിച്ചിട്ട് ഒരു കാര്യം പഠിപ്പിക്കില്ല. ഇടയ്ക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇന്ന് മൊത്തം ഇടയ്ക്കിടയ്ക്ക് മേലെ പോകുമ്പോഴത്തേക്കും തരക്കുട്ടിക്ക് ഇതേ റീൽസിൻ്റെ വീഡിയോ പ്രാക്ടീസ് ചെയ്യലായിരുന്നു കേട്ടോ പണി. എന്താണെന്ന് അറിഞ്ഞുകൂടെ, അവൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ് കുഞ്ഞേന്ന് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, സൂര്യൻ അസ്തമിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. വീക്കെൻഡൊക്കെ അങ്ങനെയാണ്, പുറത്തൊക്കെ പോവും. ഒന്നല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ എല്ലാവരും. ശരത്തേട്ടൻ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ ബാക്കിയുള്ള വീടൊക്കെ ലോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഉഗ്ര മഴ കഴിഞ്ഞിട്ട് നിൽപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ പെയ്താൽ നമ്മൾ പോകുന്നിടത്ത് ബ്ലോക്കായിരിക്കും. ഞങ്ങളാണെങ്കിൽ നേരം കൈപ്പിടിച്ചിട്ടാണ് ഈ പോകുന്നത്. നല്ല കൊതുകുണ്ട് കേട്ടോ, എന്നെ കിടന്ന് കടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. മഴ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു തണുപ്പ് വന്നു കേട്ടോ. അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇടിയിച്ചിട്ടാണ് തനുക്കുട്ടീനെ കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, അവൾ കാറിൽ കയറി അപ്പോൾ ഉറങ്ങും. തിയേറ്ററിൽ എത്തിയാലും പോപ്കോൺ തിന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ സ്വെറ്ററൊക്കെ ഇടിയിച്ചിട്ടുണ്ട്. പൂ മണക്കല്ലേ, പൂ പൊട്ടിക്കേ വേണ്ട, പൂ പൊട്ടിക്കണ്ട തനു, പൂ പൊട്ടിക്കണ്ട. പൂവൊക്കെ വിഷമെന്നാണ് പറയുന്നത്, പൂ പൊട്ടിക്കണ്ട. എങ്ങോട്ട് പുറപ്പെട്ടാലും ട്രാഫിക് ബ്ലോക്കിൽ പെടുന്ന കാരണം കൊണ്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. ഇതൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് ശരത്തേട്ടൻ ചോദിച്ചു കേട്ടോ. എന്നിട്ട് ചിരിച്ചതാണ് നിങ്ങളാ കാണുന്നത്. അപ്പോൾ അങ്ങനെ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്തെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ സ്ലോയിൽ തന്നെയായിരുന്നു പോകുന്നത്. കാരണം ഈ ഒരു ബ്രിഡ്ജിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇന്ന് എന്തായാലും അതുണ്ടായില്ല. സക്സസ്ഫുള്ളി ഞങ്ങൾ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സതാർ ഇവിടുത്തെ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയി കഴിച്ചു. അടിപൊളി ഫുഡാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ വഴിയരികിലൊക്കെ ഇങ്ങനെ കുറേ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ നമ്മുടെ തട്ടുകട എന്നൊക്കെ പറയില്ല, ആ സംഭവം ഇവിടെ കുറേ ഉണ്ടാവും. കാരണം ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല വിശപ്പായിരിക്കും. അവരൊക്കെ ഈ വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ അടുത്ത് നിന്നൊക്കെ കഴിക്കും. പാനിപ്പൂരിയായിട്ടും ദോശ, തട്ട് ദോശ, അത് ഇതൊക്കെ ആയിട്ട് കുറേ വിഭവങ്ങളുണ്ടായിരിക്കും കേട്ടോ. ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡിൻ്റെ പരിപാടി തുടങ്ങുന്നതായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ IT ഹബ്ബാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. നല്ല ഫുഡ് കൊടുത്താൽ നല്ലതായിട്ട് കഴിക്കാൻ ഇഷ്ടം പോലെ ആളെ കിട്ടും കേട്ടോ. ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഇവിടെ റൺ ചെയ്യുന്നത് എന്തായാലും ഫുഡിൻ്റെ ഏർപ്പാടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സിഗ്നേച്ചർ മോളിലെത്തി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും ഇത് തനുകുട്ടിയുടെ കയ്യിലായിരുന്നു ഫോൺ. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവൾ വീഡിയോ എടുക്കുന്ന കാര്യം കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ആ പില്ലറിനകത്ത് നമ്പർ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കി വെച്ചോ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കാറ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു വരികയാണ് കേട്ടോ ഞാനും ശരത്തേട്ടനും. അപ്പോഴാണ് തനിക്കുട്ടി വീഡിയോ എടുക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മളിതാ തിയേറ്ററിനകത്തേക്ക് കയറി. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു തിയേറ്റർ. ഇന്ന് ഫ്രൈഡേ ആയ കാരണം കൊണ്ട് വലിയ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളൊഴുക്കായിരുന്നു കാണാൻ പോയിരുന്ന സിനിമ.
നല്ല മൂവിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ തിയേറ്ററിന് വെളിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് തോന്നി. ഇവിടെ സോഫയും സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ചെടി കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പാം ലീവ്സ് കണ്ടപ്പോൾ തൊട്ട് എനിക്കും അത് വീട്ടിനകത്ത് വാങ്ങിച്ച് വെക്കണം എന്ന് ഞാൻ ശരത്തേട്ടനോട് പറയുമായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ വന്ന് ഇപ്പോൾ സിനിമ കാണാനല്ലേ വന്നേ, ഇനി നമുക്ക് ചെന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എപ്പോൾ സിനിമയ്ക്ക് വന്നാലും ഇവർക്ക് നാച്ചോസോ പോപ്കോണോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ തുടക്കത്തിൽ. കാരണം എന്താ വെച്ചാൽ താനുകുട്ടി ഉറങ്ങിപ്പോവും. ഉറങ്ങിക്കഴിഞ്ഞാൽ പാതി എത്താനൊന്നും അവൾ ഇരിക്കില്ല കേട്ടോ, അവൾ ഉറങ്ങിപ്പോവും. അത് കാരണം കണ്ടത് കണ്ടോ, വാഷ്റൂമിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിച്ച് തനിക്കുട്ടി വന്നു. അപ്പോൾ അവൾക്ക് എപ്പോഴും സ്വീറ്റ് പോപ്കോണാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് മതി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നമ്പർ അടിച്ച് നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു പപ്പ അവിടെ വാങ്ങിക്കുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അവൾ ഹാപ്പിയായി. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നല്ല മൂവിയാണ് കേട്ടോ, നമുക്ക് ഉർവശിയൊക്കെ ഗംഭീര അഭിനയം കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി. ചില സീനുകളൊക്കെ ആ സിനിമയിലത്തെ കാണുമ്പോണ്ടല്ലോ നമുക്ക് ഒരു മനസ്സിനൊരു ഭാരം തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ചില മൂവീസ് കാണുമ്പോൾ അങ്ങനെയാണ്, ഭയങ്കര ഒരു മനസ്സിനൊരു ഭാരം തോന്നും കേട്ടോ, ഒരു വിഷമം എന്തോ ഒന്ന് പിടിച്ച് നിർത്തുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ എന്തോ 1-2 സീനിൽ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഒരുപാട് രാത്രിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ സാധാരണ പാതിരാത്രിക്കാണ് സിനിമ കഴിഞ്ഞ് വരാറുള്ളത്. ഇന്ന് അത്രയും പാതിരാത്രി ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഇന്ന് ഉണ്ടായുള്ളൂ കുട്ടികളെ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.